Hi, Namaste. Welcome back to my channel Vincheda. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് അതും ഓപ്ഷൻസിൽ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19th ജൂലൈയിൽ മോർണിംഗിൽ നിഫ്റ്റിയുടെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പം മോർണിംഗിൽ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആണ് ഇന്ന്. അപ്പം സിഗ്നൽ നമുക്ക് രാവിലെ സോഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. 9:18 നമുക്ക് ആക്ച്വലി സെൽ സിഗ്നൽ തന്നിരുന്നു. കൺഫർമേഷൻ ബ്രേക്ക് ഔട്ടും കഴിഞ്ഞ ശേഷം ഇതുവരെ മാർക്കറ്റ് ഡൗൺ ആണ്. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് എൻട്രിയും ടാർഗറ്റും എല്ലാം താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കറക്റ്റായിട്ട് ബ്രേക്ക് ഔട്ട് പോവുകയും ചെയ്തു. രണ്ടാമത്തെ എൻട്രിക്ക് നമുക്ക് അവിടെ നിന്ന് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് തന്നിരുന്നു. അപ്പോൾ പുട്ട് ഓപ്ഷൻ നമുക്ക് 24,700 നമുക്ക് അറ്റ് ദ മണ്ടിൽ എടുക്കാമായിരുന്നു. അപ്പോൾ അവിടുന്ന് സിഗ്നൽ ബ്രേക്ക് ഔട്ട് കൺഫർമേഷനും കഴിഞ്ഞ് ബ്രേക്ക് ഔട്ട് നമുക്ക് എവിടെ നിന്നാണോ നിഫ്റ്റി കൺഫേമായി ബ്രേക്ക് ഔട്ട് അപ്പോൾ ആ പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം. 212 നേരെ ബ്രേക്ക് ഔട്ട് 284 വരെ പോയി തിരിച്ച് പിന്നെയും ബ്രേക്ക് ചെയ്ത് കയറി 257 രണ്ടാമത് തിരിച്ചിറങ്ങി പിന്നെയും ബ്രേക്ക് ചെയ്ത് ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു റിട്ടേൺസ് നമുക്കിന്ന് മോർണിംഗിൽ തന്നെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ സോഫ്റ്റിൽ വർക്കൗട്ട് ചെയ്യാമെന്നൊരു ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് വെർഷൻ്റെ ബാർ ചാർട്ടിൽ നമുക്ക് കറക്റ്റായിട്ടൊരു പുൾ ബാക്ക് റിവേഴ്സിൽ എവിടുന്ന് എക്സിറ്റ് ചെയ്യണം, ഒരു എൻട്രി മിസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് എവിടുന്ന് എടുക്കണം കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഈ ചാർട്ടിലൂടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇൻട്രാഡേ ആണെങ്കിലും 5 മിനിറ്റ്സും 1 മിനിറ്റും ഇട്ട് കഴിഞ്ഞാൽ മോർണിംഗിൽ തന്നെ നമുക്ക് ബ്രേക്ക് ഔട്ട് എടുക്കാൻ സാധിക്കും. ഇന്നത്തെ നിഫ്റ്റിയുടെ ഞാൻ 1 മിനിറ്റിലെ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. രാവിലത്തെ സ്കാൽപ്പിങ്ങിൽ നമുക്ക് കിട്ടിയ എൻട്രി നമുക്ക് രാവിലെ തന്നെ 2-3 എൻട്രികൾ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല റിട്ടേൺസ് ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും അതുപോലെ തന്നെയായിരുന്നു. പിന്നെ രാവിലെ മാർക്കറ്റ് ഡൗൺ ആയ ശേഷം സപ്പോർട്ട് ബ്രേക്ക് താഴ്ത്തിറങ്ങി അവിടെ തിരിച്ച് പുൾ ബാക്ക് അടിച്ച് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഇവിടെ എൻട്രി മിസ് ആർക്ക് നെക്സ്റ്റ് പുൾ ബാക്ക് അതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ ബ്രേക്ക് ഔട്ടിൽ 3ാമത്തെ എൻട്രി പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ട്രേഡുകൾ നമുക്ക് ആക്ച്വലി പെട്ടെന്ന് നമുക്ക് 1 മിനിറ്റിലൂടെ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിലും ഓപ്ഷനിലും അതേപോലെ നമുക്ക് 1 മിനിറ്റ് ഇട്ട് ചെയ്താൽ മതി. 1 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് രാവിലെ തന്നെ നമുക്ക് നല്ല ബ്രേക്ക് ഔട്ട് കിട്ടും. അപ്പോൾ മോർണിംഗിൽ തന്നെ ഇന്നത്തെ ബ്രേക്ക് ഔട്ടിൽ രാവിലെ ബൈ വന്ന് അടിച്ചു കയറി നമുക്ക് മാർക്കറ്റ് 190 നേരെ കയറിയത് നമുക്ക് എക്സിറ്റ് ചെയ്ത് 201 ഇവിടെ നിന്നൊരു ചെറിയ ട്രേഡ് എടുത്തു. പിന്നെ നെക്സ്റ്റ് വന്ന ബ്രേക്ക് ഔട്ട് പിന്നെ കയറിയത് 196 അവിടെ നിന്ന് 213 വരെ പോയി പിന്നെ താഴ്ത്ത് വന്ന് പിന്നെ തിരിച്ച് മാർക്കറ്റ് പിന്നെയും കയറി. അത് നമ്മളെടുത്ത് 208 പിന്നെ ഇവിടെ 235. ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത ബ്രേക്ക് ഔട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം. നമുക്ക് ഇവിടെ ഫുൾ ബാക്കിൽ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ റെഡ് തന്നെയാണ്, നമുക്ക് ഹോൾഡ് ചെയ്യാം. വേണമെങ്കിൽ നെക്സ്റ്റ് ഇപ്പം അവിടെ നിന്ന് മിസ്സാവർക്ക് നെക്സ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈൻ തീരുന്ന ലെവലിൽ നിന്ന് പിടിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് പോകുന്ന ബ്രേക്ക് ഔട്ടിൽ നമുക്ക് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ചാർട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന രീതി. ഇതിൽ സിമ്പിളാണ്, ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. ഇതിലൊരു ഡെമോ സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. നമുക്ക് 1ഉം 5ഉം നമുക്ക് 2 ട്രേഡുകൾ നമുക്ക് ഇടാം. രാവിലത്തെ ഒരു മോർണിംഗ് സെക്ഷനിൽ 1 ഇടുക, പിന്നെ അത് കഴിഞ്ഞ് 5 ആണ് കൂടുതൽ നമ്മൾ വെക്കുന്നത്. അപ്പം ഹൈക്കിൽ പോകുന്ന പോർഷൻ ഗ്യാപ്പിലൊക്കെ ഓപ്പൺ ആവുന്നില്ല. 1 മിനിറ്റ് നമുക്ക് റേഞ്ച് മാർക്കറ്റിലൊക്കെ നമുക്ക് 1 മിനിറ്റ് കിട്ടത്തില്ല. 1 മിനിറ്റ് വളരെ കൺസോളേഷൻ ആവും. 1 മിനിറ്റിൽ 5 മിനിറ്റ്സ് കിട്ടത്തില്ല. 5 മിനിറ്റ്സ് കൺസോളേഷൻ. ഇന്നലത്തെ മാർക്കറ്റ് അതായിരുന്നു. രാവിലെ ഒറ്റയടിച്ച് കയറി പിന്നെ അതേപോലെ അടിച്ചിറങ്ങി. അപ്പോൾ അതൊക്കെ 5 മിനിറ്റ്സ് ഇട്ട് നമുക്ക് കിട്ടുകയില്ല. അതൊക്കെ മോർണിംഗ് സെക്ഷനിൽ നമുക്ക് 1 മിനിറ്റ് ഇടാം. പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യണമെങ്കിൽ 1 മിനിറ്റ് ഈസിയാണ് ഓപ്ഷൻസിന്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന മെത്തേഡ് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിൽ 5 മിനിറ്റ്സ് നോക്കിയാൽ രാവിലെ സെല്ല് വന്നിട്ടുണ്ട്. സെല്ല് വന്ന സമയം അതിൻ്റെ എൻട്രി പോയിന്റ് മേളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇപ്പോഴത്തെ റേറ്റാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ സെല്ല് വരുമ്പോൾ ക്യാൻഡിലും റെഡ് വരണം, താഴെ റെഡ് വരണം. അപ്പോൾ ഇവിടെ റെഡ് വന്നപ്പോൾ ഇവിടെ റെഡായി സപ്പോർട്ടും എടുത്തു. ഈ 3ാമത്തെ ക്യാൻഡിൽ നമ്മൾ എടുത്തിരുന്നു. അവിടെ നിന്ന് താഴെ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കയറാൻ ശ്രമിച്ചെങ്കിൽ അവിടെ ഒരു ബൈ ആയിട്ടില്ല. തിരിച്ച് പിന്നെയും അടിച്ചടിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 3 ടാർഗറ്റ് മേടിച്ചിട്ടുണ്ട്. എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സോഫ്റ്റ്വെയർ ഡൗൺ തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അറ്റ് ദ മണി ഇൻ ദ മണി ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് റേറ്റ് അനുസരിച്ച് നമ്മൾ എടുത്ത് പോവുക. 24,704 ഇപ്പോൾ 24,700 പുട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബൈ സിഗ്നൽ കറക്റ്റായിട്ട് മോർണിംഗ് സോഫ്റ്റ് തന്നിട്ടുണ്ട്. അത് കൺഫേമായി ബ്രേക്ക് ഔട്ട് പോയി നേരെ അടിച്ച് കയറി 3 ടാർഗറ്റ് മേടിച്ചു. ഇപ്പോഴും പിന്നെയും തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ആ ട്രെൻഡ് ലൈൻ മാർക്കറ്റിൻ്റെ ഡൗണിഷ്, അതായത് മാർക്കറ്റ് കുറച്ച് ഡൗൺ ഇറങ്ങാൻ ചാൻസ് ഉണ്ടാവും. ട്രെൻഡ് ലൈൻ ചെറുതായിട്ട് കളർ ചേഞ്ച് വരും. അപ്പോൾ അത് മാർക്കറ്റ് എവിടെ നിന്ന് നമ്മൾ ആ സപ്പോർട്ട് എടുത്ത് പിന്നെ തിരിച്ചു വരുന്നു അവിടെ നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ആക്ച്വലി ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻഡിഫിക്കേഷൻ അത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് ഒരു ഡെമോ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ സോഫ്റ്റ് വർക്ക് ചെയ്യുന്നുള്ള അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യും.